ഏകദേശം ഒരു 5500 സ്ക്വയർ ഫീറ്റിലെ ഒരു വീടാണിത്. ഹായ്, ഹബീബാണ് പെരിന്തൽമണ്ണ KMTന്ന്. ഇന്ന് നമ്മളൊരു ഹോം ടൂറാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അലനല്ലൂരാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏകദേശം ഒരു 5500 സ്ക്വയർ ഫീറ്റിലെ ഒരു വീടാണിത്. ഇതിൻ്റെ A to Z കാര്യങ്ങൾ ഫുൾ ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഡിസൈനിങ്ങും ഇതിൻ്റെ എക്സിക്യൂഷനും എല്ലാ കാര്യവും ചെയ്തിട്ടുള്ളത് D-Lines ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് ആണ്. അതിൻ്റെ അനസ്ബായി ആണ് ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത്. പുള്ളി ഇവിടെ ഉണ്ട്. ഞാൻ പുള്ളിനെയും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പുള്ളിയാണ് നമുക്ക് ഇതിന് എന്താ പറയുക, ഇതിൻ്റെ എല്ലാ കാര്യവും പുള്ളി നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ വെൽക്കം. നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീടൊന്ന് പരിചയപ്പെടാം. നമ്മൾ കയറി വരുന്ന സമയത്ത് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. ഭയങ്കര ഒരുപാട് സീറ്റിംഗ് ഏരിയയും ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. ഒരുപാട് ഫേർണിച്ചേഴ്സ് ഉണ്ട്. ഇത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആണോ അതോ നിങ്ങളുടെ ഡിസൈനിൻ്റെ ഭാഗമായിട്ട്? അതെ, ഡിസൈനിൻ്റെ ഭാഗവും ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റോടെ കൂടിയിട്ട് ചെയ്തതാണ്. ഓക്കെ. അതുപോലെ ഇതെന്താണ് ശരിക്കും ഈ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ വുഡൻ്റെ ഫുള്ള് സംഗതികളെ നമ്മൾ കാണുന്നത്? ഇത് നമ്മൾ മൾട്ടിവുഡിൽ വെനീർ ഒട്ടിച്ചേക്കാണ്. ശരി. അതുപോലെ ടൈല് വരുന്നത് 160/80 ആണ്. അതെ അതെ, 160 ഗ്ലോസി ഫിനിഷ്. അതെ. നമുക്ക് ഉള്ളോട്ട് കിടക്കാം. നമ്മൾ കയറി വരുമ്പോൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് നമ്മുടെ ഗസ്റ്റ് ലിവിങ്ങിലേക്ക്. ഗസ്റ്റ് ലിവിങ്. ഓക്കെ. ഇതിൽ ചെയ്ത സെറ്റുകൾ കാര്യങ്ങളെല്ലാം കസ്റ്റമൈസ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഇതിന്റെ സീലിംഗ് എന്താണ്? ജിപ്സം. സീലിംഗ് ജിപ്സം സീലിംഗ്. അതെ, ജിപ്സം സീലിംഗ്. ശരിക്ക് നമുക്ക് ഇന്റീരിയർ ഉള്ളിലൊന്ന് മറ്റേ ബെഡ്റൂംസ് ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി ശരിക്കും ടൈൽ അത്യാവശ്യം നല്ല രസമുണ്ട്. 160/80 പീച്ച് കളറ്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് എന്താ സംഗതി? ടെക്സ്ചർ ആണ്. ടെക്സ്ചർ പെയിന്റ്. ഒരു വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അതെ. ഇത് മേളി വരെ ഒറ്റ വാളാണ്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മുകളിലും ഇത് തന്നെയാണ്. അതെ. ഇതാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം. ഇതിന്റെ സൈസ് ഏകദേശം നമുക്ക് വരുന്നത് 18x16 ഫീറ്റ് ആണ് വരുന്നത്. അതെ. അത്യാവശ്യം നല്ല വലിയ ഒരു ഏരിയ ആണ്. ഇതിന്റെ ഈ ബാക്ക് വാൾ എന്താ ചെയ്യുന്നത്? ഇത് ടെക്സ്ചർ ആണ്. ടെക്സ്ചർ പെയിന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ടെക്സ്ചർ മെറ്റീരിയൽ തന്നെയാണ്. അതെ, പഞ്ഞി പോലെ ഇരിക്കും. നമുക്കിത് നനച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ള് റിട്ടേൺ എടുക്കാം, റിമൂവ് ചെയ്യാം. അതെ. ഈ ഇവിടെ തന്നെ നമ്മളൊരു 3-4-5 കളറ് ഓരോ റൂമിലായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിന്റെ ബാക്ക് ഡ്രോപ്പ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതെ, ഏറെക്കുറെ. ഇത് അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഇതിനൊക്കെ? ഇത് സ്ക്വയർ ഫീറ്റ് നമ്മൾ 100 രൂപ തുടങ്ങിയിട്ട് 125 രൂപ വരെ സ്ക്വയർ ഫീറ്റ് പ്രൈസ് വരുന്നുണ്ട്. അതായത് വിത്ത് മെറ്റീരിയൽ ലേബർ എല്ലാം കൂടെ കൂട്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിന്റെ ആക്സറീസ് മൊത്തം നമ്മൾ ജാഗൂറാണ് ചെയ്തിരിക്കുന്നത്. നമ്മള് സാനിറ്ററി ഒക്കെ ജാഗൂർ. അതെ, എല്ലാം ഫുള്ള് ജാഗൂറും ആക്സസറീസും എല്ലാം ഒക്കെ ജാഗൂറാണ്. ബെഡ്റൂമിന്റെ ബാത്റൂമിനെ പോലെ ഡബിൾ കളറിൽ കട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അതെ. ഇത് അടുത്ത ബെഡ്റൂമാണ്. അതെ, ഗ്രൗണ്ട് ഫ്ലോറിൽ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതാണല്ലേ ആ കളർ ഇത് പറഞ്ഞത്, ഡിഫറെന്റ് കളർ എന്ന് പറഞ്ഞത് സംഗതി. ഇതൊരു പിങ്ക് കളർ കൊടുത്താണല്ലേ. ഇതൊരു ഗസ്റ്റ് ബെഡാണ്. നൂലും ഒക്കെ പല പല ഐറ്റംസ് ഉണ്ട്. അതെ. അധികം കണ്ടിട്ടില്ല ഈ സാധനം. ഇത് ഏതാ ബ്രാൻഡ്? ഏതാണിത്? അങ്ങനെ ഒന്നുമില്ല. ബ്രാൻഡ് ഉണ്ട്. ഇവിടെ വരുന്നത് ഒരു ബാത്റൂമും ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഒരു ബാത്റൂമുമാണ്. നമുക്ക് അടുത്ത. പിന്നെ ഇത് ഒരു ലിവിംഗ് ഏരിയ, ഒരു ഫാമിലി ലിവിംഗ് ഏരിയ. പിന്നെ ഇത് അടുത്ത ബെഡ്റൂം. ഇത് നമ്മൾ ആ ഏകദേശം അതെ തന്നെയാണ് അല്ലേ? വലുപ്പമൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ. ഒരേപോലെ. ആ ഒരു ബെഡ്റൂം ഒഴിച്ചു ബാക്കിയെല്ലാം ഏകദേശം നമുക്കൊരു 150 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിൽ. ആ ഒരു 2 ബെഡ്റൂം മാത്രമേ ഉള്ളൂ. എല്ലാം പിന്നെ അതുപോലെ സീലിംഗും ചെയ്ത് നമ്മൾ ആ ബാക്ക് ഡ്രോപ്പിൽ കണ്ട മെറ്റീരിയൽ ഇത്. അതെ, അത് സീലിംഗിലും ചെയ്യാം. അപ്പൊ ഇതിവിടെ കുറെ സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട്.
ഇതിങ്ങനെ പുറത്തുനിന്ന് അതെ, 2 എൻട്രൻസ് ഉണ്ട്. അപ്പുറത്തുനിന്ന് ഓക്കെ ഇങ്ങനെയും ഒരു പിന്നെ പിന്നെ ഇതിന്റെ ഡൈനിങ് റൂമാണ്. ഓ ഡൈനിങ് ഏരിയ ഒരു ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ചെയ്തിട്ടില്ലേ സ്വസ്ഥായിട്ട് ഇതെന്തായിരുന്നു? അത് ഒരു ബാത്റൂം തന്നെയാണ്. ബാത്റൂമാണ്. ശരി, ഇവിടെ ഒരു ബാത്റൂം. അതെ, അതിനെ കാണാൻ അറിയാത്ത രീതിയിൽ ചെയ്തതായിരിക്കും. പിന്നെ ഇതെന്താണ്? ടെക്സ്ചറാണ്. അതും ടെക്സ്ചർ തന്നെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ടച്ച് ഗ്ലാസ്സസ് ആണ്. ഇതിലെന്താ വെച്ചാൽ ഒരുപാട് ഷെയ്ഡ് അവൈലബിൾ ആണ്. ഇത് ചില ബ്രാൻഡിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡെൻസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും സംഗതി. നമ്മളൊരു വീഡിയോ ഓൾറെഡി മുന്നേ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് ഡെമോ ആണ് സംഗതി. ഇത് ടെക്സ്ചർ പെയിന്റ് അല്ലേ ചെയ്യുന്നത്? പിന്നെ വേറെ ഒരു ഫ്രിഡ്ജ്, പിന്നെ കിച്ചണ് ഒരു മോഡുലർ കിച്ചണും. സാധാരണ നമ്മൾ എല്ലാ വീട്ടിലും ഇല്ല ഒരു ഷോ കിച്ചൺ, ഉപയോഗിക്കണ ഒരു കിച്ചൺ. ഇത് എന്തായിരിക്കില്ല? മൈക്ക് ആയിരിക്കില്ല ഇത്? അതെ, മൈക്കാണ്. ശരി, നമുക്ക് മുകളില് കണ്ടാലോ? ഇത് ശരിക്ക് വുഡൻ ഫ്ലോർ ആണോ അതോ? ഇത് ഫ്രെയിം ഇരുമ്പിലാണ്. ഓക്കെ, ടോപ്പ് മാത്രം വുഡിലെ വുഡ്, അതായത് ഫ്രെയിം കൊണ്ട് കവർ ചെയ്തേക്കാണ് വുഡ്. ശരി ശരി. ഇങ്ങനത്തെ സ്റ്റെയർ ആകുമ്പോൾ കുറച്ച് വിശാലത തോന്നും. അതെ അതെ. പിന്നെ അതുപോലെ ഇത് വുഡാണ്. ഇത് മാത്രം സ്റ്റീലാണ്. നമുക്ക് അടിയിലത്തെ ഒരു അതേപോലെ തന്നെ ഒരു ആ ടെക്സ്ചർ തന്നെ മേളിലേക്ക് ആവർത്തിച്ചാണ്. ഹൈലൈറ്റ് മോളായിട്ട് ചെയ്ത്. അതെ, ശരിക്കും നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. അത്യാവശ്യം നല്ല ഹൈറ്റ്. നിലത്തുനിന്ന് നമുക്ക് ഏകദേശം 25 അടിയോളം ഒരു ഷാൻഡിയറൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇത് ഇവിടെ 4 ബെഡ്റൂം. ഇത് അടിയിലത്തെ മാസ്റ്റർ ബെഡിന്റെ അതേ സൈസിലുള്ള ഒരു ബെഡാണ്. ഇത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിന്റെ നേരെ മുകളിൽ വരുന്ന അതേ സൈസിൽ തന്നെ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ശരിക്കും ഇത് നമ്മൾ അതിനെ കണ്ടത് വേറെ കളർ ചെയ്തു. അതെ, ശരിക്കും നമ്മളിങ്ങനെ ഓരോ വീട്ടിൽ പോകുമ്പോഴാണ് ഓരോ പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ കാണുന്നത്. കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, ഞാൻ കണ്ടിട്ടില്ല. ഇനി മാർക്കറ്റിൽ ഒരുപാടായിട്ടുള്ളതാണ് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം അത് കാണുന്ന സാധനം. കാരണം നമ്മളിപ്പോൾ ഇത് പാനൽ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഇതിൽ ഒരുപാട് കോസ്റ്റ് കൂടും. അതെ അതെ. ഒരു ഹൈലൈറ്റ് ചെയ്യാനും ഒരു അടിപൊളി സംഗതി. നമുക്ക് ഇനി ഒരു 3-4 വർഷം കഴിയുമ്പോൾ വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ മാറ്റും. പെയിന്റ് അടിക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ. ഇതില് ബാത്റൂമിൽ ബാത്ത് ടബ് ഉണ്ട്. ശരി, അതില് ജാഗ്വറിന്റെ ബാത്ത് ടബാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഫുള്ള് ജാഗ്വറിന്റെയാണ് കേട്ടോ. ഫുൾ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ ടാപ്പുകൾ ഒക്കെ എല്ലാ സാധനങ്ങളും സാനിറ്ററി ഒക്കെ ജാഗ്വറൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത ബെഡ്റൂം കൂടി കാണാം. ഇത് നമ്മള് താഴെ കണ്ടതിന് അതേ വലുപ്പത്തിൽ മോന്റെ ബെഡ്റൂമാണ്. ഇത് ഇതേപോലെ തന്നെ ബാക്ക്ഡ്രോപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് സെയിം അറ്റാച്ച്ഡ് ബാത്ത്. ഇതിന്റെ താഴെ അതേ സെയിം ഫ്ലോർ തന്നെയല്ലേ? അതെ, ഫ്ലോർ എല്ലായിടത്തും ഒറ്റ ഇൻക്ലൂഡിങ് കിച്ചൺ അടക്കം ഒറ്റ സാധനമാണ് ചെയ്തിട്ടുള്ളത്. 168. അടിയിലൊരു TV ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ മുകളിലും TV ഞാൻ കുറെ എണ്ണം കണ്ടു. 4 ഒരു 4-5 ഞാൻ TV ഞാൻ കണ്ടു. ബെഡ്റൂംസിലും ഒക്കെ ആയിട്ട് കുറെ TV ഞാൻ കണ്ടു. പിന്നെ ഇതൊരു ബെഡ് തന്നെയാണ്. ഇതൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം. ഇതൊരു ബെഡ്. ഇത് വേറെ ബെഡ്റൂമാ. ഇത് കണ്ടോ, ഇവിടെ ഈ ടൈല് ഒരു ബോർഡർ വെച്ചിട്ട്, ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു ബോർഡർ വെച്ചിട്ടാണ് ഇത് എൻഡ് ചെയ്തിട്ടുള്ളത്. അത് ഒരു പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ആകുമ്പോൾ നമുക്ക് ഫുൾ മോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഇത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ള സംഗതി. എന്നാൽ ഒരു ബോർഡറായിട്ട് കടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം ഒരു 5500 സ്ക്വയർ ഫീറ്റ് വീടാണ് ഇപ്പം
5500 സ്ക്വയർ ഫീറ്റ് വീടാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. അനസ് ഭായ്, നിങ്ങൾ കുറേ കാലമായിട്ട് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും. എന്താണ് നമ്മുടെ KMT, എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഈ വീട്ടിലേക്ക് ആവശ്യമായ പിന്നെ മൊത്തം സാനിറ്ററീസും ജാഗോറിൻ്റെ ആണ്. അതുപോലെ തന്നെ ഫ്ലോർ ടൈലും പർച്ചേസ് ചെയ്ത് KMT ടൈൽസ് പെരിന്തൽമണ്ണയിൽ നിന്നാണ്. അവരുടെ എല്ലാ സഹകരണവും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളിത് ഫസ്റ്റ് ടൈം അല്ല, മുമ്പ് ഞാൻ ഈ മേഖലയിൽ ഏകദേശം 25 വർഷത്തോളമായി. ഞാൻ അവിടെ KMTയിൽ വരാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ഒരു 10-15 വർഷത്തോളമായി. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP ഉമ്മർക്കയാണ്. പുള്ളി ഇവിടെ സ്ഥലത്തില്ല, അതുകൊണ്ടാണ് പുള്ളി വീഡിയോയിൽ ഇല്ലാത്തത്. അലനല്ലൂരാണ് പുള്ളിയുടെ, ഞാൻ ഓൾറെഡി ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു അലനല്ലൂരാണ്. പുള്ളിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ നമുക്കും നല്ലൊരു സർവീസ് കൊടുക്കാൻ പറ്റിയത് പുള്ളിയും എല്ലാ രീതിയിലും നമുക്കൊരു സഹകരണവും കാര്യങ്ങളും തന്നത് കൊണ്ടാണ്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ KMTയുടെ പേരിൽ പുള്ളിനോട് വലിയൊരു നന്ദി ഞാൻ അറിയിക്കണം. കാരണം നമുക്ക് നല്ല രീതിയിൽ പുള്ളിനെ സേവ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പുള്ളിനടുത്ത് ഒരു വലിയ താങ്ക് യു ഞാൻ പറയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലും മികച്ച വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീട് വെക്കുന്ന ആൾക്കാർക്കും പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇതിന്നൊരു പോയിന്റ് കിട്ടും. താങ്ക് യു.